വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ സയൻസിന്റെ ഭാഗമായിട്ടുള്ള പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്നു. എന്താണ് പ്രകാശത്തെ കുറിച്ചുള്ള പഠനം? പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. എന്താണ് ഒപ്റ്റിക്സ്? നെക്സ്റ്റ് നോക്കൂ, പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശബ്ദത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ട് പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രകാശത്തിനാണെങ്കിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? അല്ലെങ്കിൽ എന്തിലൂടെയാണ്? മാധ്യമം വേണ്ടല്ലോ. എന്തിലൂടെയാണ്? ശൂന്യതയിലൂടെയാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിലൂടെ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ വ്യക്തി ലിയോൺ ഫൂക്കാൾട്ട് ആണ്. ആരാണ്? ലിയോൺ ഫൂക്കാൾട്ട്. അദ്ദേഹമാണ് കണ്ടെത്തിയത് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഇതിൽ കൂടെയാണ്, ശൂന്യതയിൽ കൂടെയാണെന്ന് കണ്ടെത്തിയത്. ഇനി അങ്ങനെയുള്ള പ്രകാശത്തിന്റെ വേഗത, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത 3x10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത 3x10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി പ്രകാശത്തിന്റെ ഏറ്റവും വേഗത കുറവ് വജ്രത്തിലാണ്. പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിൽ കൂടെയാണ്? വജ്രത്തിലൂടെയാണ്. ഇനി നമ്മളോട് ചോദിക്കാറ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള തന്നെയാണ്. ഇനി ചോദിക്കാറുള്ള വേറൊരു സംഭവമാണ്. നോക്കൂ, പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്? പ്രകാശത്തിന്റെ സാന്ദ്രത കൂടിയ മാധ്യമം നേരെ ഓപ്പോസിറ്റ് ഏതാ പറയണ്ടേ? വജ്രം. സാന്ദ്രത കൂടിയ മാധ്യമം വജ്രം. സാന്ദ്രത കുറഞ്ഞത് ഏതാണ്? ശൂന്യതയാണ്. പ്രകാശത്തിന് സാന്ദ്രത കുറവ് എവിടെയാണ്? ശൂന്യതയിലാണ്. ഇനി സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നതിന് 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണ്. അല്ലെങ്കിൽ 500 സെക്കൻഡ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ തരാം. 8 മിനിറ്റ് 20 സെക്കൻഡിന് പകരം 500 സെക്കൻഡ് എന്നാലും ഉത്തരം ശരിയാണ്. എന്നാൽ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് മതി. എത്ര? 1.3 സെക്കൻഡേ ആവശ്യമുള്ളൂ. അടുത്തത്, പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണുണ്ട്. അത്തരം കണങ്ങളെ വിളിക്കുന്നത് ടാക്കിയോണുകൾ എന്നാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ടാക്കിയോണുകൾ. ഈ ടാക്കിയോണുകളെ കണ്ടെത്തിയ വ്യക്തി ECG സുദർശനാണ്. ആരാ കണ്ടെത്തിയ? ECG സുദർശൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാണ്. പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തെ ഒപ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ കൂടെ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കാൾട്ട് ആണ്. പ്രകാശ സാന്ദ്രത, പ്രകാശത്തിന്റെ വേഗത കുറവുള്ളത്, ഏറ്റവും വേഗത കുറവ് വജ്രത്തിലാണ്. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറവ് വജ്രത്തിലാണ്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം വജ്രവും പ്രകാശ സാന്ദ്രത കുറവ് ശൂന്യതയുമാണ്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗത 3x10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡോ അല്ലെങ്കിൽ ചന്ദ്രപ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡും ആവശ്യമാണ്. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ ടാക്കിയോണുകൾ എന്ന് വിളിക്കുന്നു. ഈ ടാക്കിയോണുകളെ കണ്ടെത്തിയ വ്യക്തി ECG സുദർശനാണ്. ഇനി പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ റോമർ ആണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി റോമർ എന്ന് പറയുന്ന വ്യക്തിയാണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ക്രിസ്ത്യൻ ഹൈജൻസ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ക്രിസ്ത്യൻ ഹൈജൻസ്. പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. ഇനി പ്രകാശ തരംഗങ്ങൾ എത്തരം തരംഗങ്ങളാണ്? പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഏത് രീതിയിലുള്ളതാണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഇങ്ങനെ പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്ത്യൻ ഫ്രണൽ ആണ്. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? അഗസ്ത്യൻ ഫ്രണൽ ആണ്. ഇനി പ്രകാശത്തിന്റെ വൈദ്യുത
കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ച വ്യക്തി ആര്? പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെർട്സ് ആണ്. ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഒന്നും കൂടെ പറയൂ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണ്ടെത്തിയത് റോമർ ആണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണ്ടെത്തിയത് റോമർ ആണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്ത്യൻ ഫ്രണൽ ആണ്. ഇനി പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ച വ്യക്തി ഹെൻറിച്ച് ഹെർട്സ് ആണ്. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ച വ്യക്തി ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഇനി ഈ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശ വർഷം എന്ന് വിളിക്കുന്നു. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ നമ്മൾ പ്രകാശ വർഷം എന്ന് വിളിക്കുന്നു. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ പാർസെക് ആണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് പാർസെക് ആണ്. ഒരു പാർ സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 പ്രകാശ വർഷത്തിന് തുല്യമാണ്. ഒരു പാർ സെക്കൻഡ് എന്നറിയപ്പെടുന്നത് 3.26 പ്രകാശ വർഷത്തിന് തുല്യമാണ്. ഒന്നും കൂടെ പറയാം. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു കണ്ടെത്തിയത് ലിയോൺ ഫൂക്കാൾട്ട് ആണ്. പ്രകാശം ഏറ്റവും കുറവ് വേഗതയിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം വജ്രവും പ്രകാശ സാന്ദ്രത കുറവ് ശൂന്യതയുമാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും വേണം, അല്ലെങ്കിൽ 500 സെക്കൻഡ്. ഇനി ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ 1.3 സെക്കൻഡ് മാത്രം മതി. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ നമ്മൾ ടാക്യോണുകൾ എന്ന് വിളിക്കുന്നു. ഈ ടാക്യോണുകൾ കണ്ടെത്തിയ വ്യക്തി ECG സുദർശനാണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണ്ടെത്തിയ വ്യക്തി റോമർ ആണ്. കണികാ സിദ്ധാന്തം പ്രകാശത്തിന്റെ ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്ത്യൻ ഫ്രണൽ ആണ്. നെക്സ്റ്റ് വൺ, വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത്. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗ സ്വഭാവം സ്ഥിരീകരിച്ച വ്യക്തി ഹെൻറിച്ച് ഹെർട്സ് ആണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശ വർഷം എന്ന് വിളിക്കുന്നു. ഇനി ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് പാർസെക് ആണ്. ഒരു പാർ സെക്കൻഡ് എന്ന് വിളിക്കുന്നത് 3.26 പ്രകാശ വർഷത്തിന് തുല്യമാണ്. ഒരു പാർ സെക്കൻഡ് എന്നാൽ 3.26 പ്രകാശ വർഷത്തിന് തുല്യമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളാണ് നോക്കുക. പ്രതിഫലനം. പ്രകാശത്തിന്റെ ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ എക്സാമ്പിളുകൾ തന്നിട്ട് ഏത് പ്രതിഭാസത്തിന് ഉദാഹരണമാണെന്നാ ചോദിക്കാറ് കേട്ടോ, അല്ലാതെ ഡെഫിനിഷൻ അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ പ്രകാശത്തിന്റെ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനുസുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. മിനുസുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്ന് വിളിക്കുന്നു. ഇനി അപവർത്തനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുകയാണ്. അപ്പോ പ്രകാശത്തിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അതായത് വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക്, അങ്ങനെ ഓരോന്ന് ഡിഫറൻസ് വരുമ്പോൾ, അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവുന്നു. അതിന് ഉദാഹരണങ്ങളാണ് വെള്ളത്തിൽ ഒരു ദണ്ട് മുക്കി വെച്ചാൽ നമ്മൾ വിചാരിക്കുക ദണ്ട് വളഞ്ഞായിരിക്കണേന്ന്, പക്ഷെ അത് വളഞ്ഞല്ല ഇരിക്കണേ. മനസ്സിലായോ? അപ്പൊ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ദണ്ട് വളഞ്ഞതായിട്ട് നമുക്ക് തോന്നാൻ കാരണം, അതുപോലെ തന്നെ നക്ഷത്രങ്ങള് മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നാൻ കാരണം, അതുപോലെ സ്വിമ്മിംഗ് പൂളിന് ആഴം കുറവുള്ളതായിട്ട് തോന്നാൻ കാരണം, മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണം, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിന് ആഴം കുറവായി തോന്നാൻ കാരണം, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ നോക്കാം, മരുഭൂമിയിലെ മരീചിക ഏത് പ്രകാശ പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണമാണ്. മരുഭൂമിയിലെ മരീചിക. അതുപോലെ വെള്ളത്തിലെ ഒരു വസ്തു മുങ്ങിക്കിടക്കാണ്, ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു മുട്ട, കോഴിമുട്ടയൊക്കെ നമ്മൾ ഇടുമ്പോൾ മുങ്ങിക്കിടക്കണ കാണുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് അടുത്ത് തന്നെയാ കിടക്കണേന്ന്. പക്ഷെ നമ്മൾ കൈയിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവും കുറച്ച് ആഴത്തിലാണത്
കിടക്കണേ. അപ്പൊ ആഴം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ പ്രതിഭാസമാണ് ഏത്? അപവർത്തനം. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് നോക്കുമ്പോൾ വലിയ ആഴം തോന്നില്ല. സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നോക്കുമ്പോൾ ആഴം തോന്നില്ല, പക്ഷെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക അതിന് ആഴം ഉണ്ടെന്ന്. ഈ പ്രതിഭാസമാണ് ഏത്? അപവർത്തനം. നക്ഷത്രങ്ങൾ ഭയങ്കര തിളക്കം തോന്നാൻ കാരണം, അതുപോലെ തന്നെ വെള്ളത്തിൽ ഒരു വടി ഇടുക എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഇത് പേനതൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ മോൾ ഭാഗത്തെ പോലെ താഴ്ഭാഗം വളഞ്ഞിരിക്കണമായിട്ട് തോന്നും. അത് നമുക്ക് തോന്നുന്നതാണ്. ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പൊ എന്താ പറഞ്ഞ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം എന്ന് പറയുന്ന പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം അഥവാ ആ പ്രതിഭാസമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. ഉദാഹരണം, വെള്ളത്തിൽ മുക്കിയ ദണ്ട് മുങ്ങിക്കിടക്കുന്ന ദണ്ട് വളഞ്ഞതായി തോന്നുന്നു, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നു. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം സ്വിമ്മിംഗ് പൂളിന് ആഴം കുറവായി തോന്നുന്നു, മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിന് ആഴം കുറവായി തോന്നാൻ കാരണം. അടുത്തത് ഡിഫ്രാക്ഷൻ. എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് റീഫ്രാക്ഷൻ ആണ്, ഇവിടെ ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം. ഒരു അതാര്യ വസ്തുവിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ഒരു അതാര്യ വസ്തു, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും മരത്തിന്റെ ഒരു വസ്തു, മരം, അതായത് അതാര്യ വസ്തു. അപ്പൊ അങ്ങനെ ഒരു അതാര്യ വസ്തുവിൽ തട്ടി പ്രകാശം ഒന്നില്ലെങ്കിൽ വളയുന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് വ്യാപിക്കുന്നു. ആ പരിപാടിയുടെ പേരാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം. എക്സാമ്പിൾ പറയാണ്, നിഴല് ക്രമരഹിതമായി തോന്നാൻ കാരണം. നിഴൽ ക്രമരഹിതമായി തോന്നാൻ കാരണം പ്രകാശത്തിന്റെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസമാണ്. സൂര്യന് ചുറ്റും കാണുന്ന വലയം, സൂര്യന് ചുറ്റും ഒരു വലയം നമ്മൾ ഇങ്ങനെ കാണൂല്ലേ, അതും എന്ത് പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? ഡിഫ്രാക്ഷൻ. സി ഡി നോക്കുമ്പോ, സി ഡി കണ്ടിട്ടില്ലേ നിങ്ങള്? സി ഡിയിൽ കുറെ നിറങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? സി ഡി കാണുമ്പോൾ കുറെ നിറങ്ങൾ ഉണ്ടെന്ന് തോന്നില്ലേ? പക്ഷെ അങ്ങനെ കുറെ നിറങ്ങൾ ഇല്ല അതിന്. അപ്പൊ അതൊക്കെ തോന്നാൻ കാരണം ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ്. അപ്പൊ പ്രകാശത്തിന്റെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ്? ഒരു അതാര്യ വസ്തുവിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഉദാഹരണം, നിഴൽ ക്രമരഹിതമായി തോന്നാൻ കാരണം ഡിഫ്രാക്ഷൻ ആണ്. സൂര്യന് ചുറ്റും കാണുന്ന വലയത്തിന് കാരണം ഡിഫ്രാക്ഷൻ ആണ്. സി ഡിയിൽ പല നിറങ്ങളുണ്ടെന്ന് തോന്നാൻ കാരണം ഡിഫ്രാക്ഷൻ ആണ്. ഇനി ഇന്റർഫെറൻസ്, പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. സോപ്പ് കുമിള എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇന്റർഫെറൻസ്. എന്താ ഇന്റർഫെറൻസ്? ഒരേ ആവൃത്തിയിലുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലമുണ്ടാകുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് ഇന്റർഫെറൻസ്. ഇങ്ങനെ ഡെഫിനിഷൻ ചോദിക്കാറില്ല, എന്നാലും എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഒരേ ആവൃത്തിയിലുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലമുണ്ടാകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇന്റർഫെറൻസ്. ഇന്റർഫെറൻസ് ഇന്റർഫെറൻസ് ശ്രദ്ധിക്കുക. സോപ്പ് കുമിളകളിൽ പല കളറുകൾ കാണാൻ കാരണം, വർണ്ണരാജി എന്നൊക്കെ ഭംഗിയുള്ള വേർഡിൽ എഴുതിയെന്നുള്ളൂ. സോപ്പ് കുമിളകൾ നോക്കി നോക്കി, നമ്മളിങ്ങനെ സോപ്പ് പൊടിയൊക്കെ പതപ്പിച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കിയേ. അപ്പൊ നോക്കുമ്പോൾ കുറെ കുമിളകൾ കാണാം. കുമിളകൾ നീല, പച്ച, മഞ്ഞ, ചുവപ്പ്, അങ്ങനെ കുറെ കളറുകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അതെന്താ സംഭവം? ഇന്റർഫെറൻസ് ആണ് കാരണം. അതുപോലെ എണ്ണപ്പാട, ഇപ്പൊ വെറുതെ എന്താ പറയാ, വെള്ളത്തിന്റെ മുകളിലൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എണ്ണ പോയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പാടയായിട്ട് കിടക്കുമ്പോൾ കുറെ കളർ നമുക്ക് ഫീൽ ചെയ്യൂലേ. അപ്പൊ അതിന്റെ കാരണം. അപ്പൊ സോപ്പും എണ്ണയൊക്കെ, സോപ്പിട്ട് കുളിക്കുക, എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് സോപ്പിട്ട് കുളിക്കുക, അത് രണ്ടും കൂടി ഓർത്ത് വെച്ചാൽ മതി. അത് ഇന്റർഫെറൻസ്. എന്താണ്? ഇന്റർഫെറൻസ്. അപ്പൊ സോപ്പും എണ്ണയും രണ്ടും, സോപ്പ് കുമിളയിലും അതുപോലെ എണ്ണപ്പാടും രണ്ടും എന്താണ്? പല കളറുകളല്ലേ. അതിന്റെ കാരണം എന്താണ്? ഇന്റർഫെറൻസ്. അപ്പൊ നമ്മൾ ആകെ എണ്ണ മേത്ത് തേച്ച് നോക്കിയപ്പോൾ ആകെ കളർ കണ്ടു. ആ കളർ പോകാൻ വേണ്ടി സോപ്പിട്ട് തേച്ചപ്പോഴും ആകെ കളറായി. അപ്പൊ രണ്ടും എന്താണ്? ഇന്റർഫെറൻസിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞ് ഒന്നും കൂടെ നോക്കാം. പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. മിനുസുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം അതുപോലെ തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ്. അതിന് എക്സാമ്പിൾ ഒന്നും പറയില്ല കേട്ടോ. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? പ്രകാശത്തിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവുകയാണ്. അപ്പൊ അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞ, വെള്ളത്തിൽ ഒരു ദണ്ട് മുക്കി വെച്ചു, അപ്പൊ അത് വളഞ്ഞതായിട്ട് തോന്നുന്നു. വെള്ളത്തിൽ എന്തെങ്കിലും കോയിനുകളോ സാധനങ്ങളോ ഇട്ട് വെച്ചു, അത് വളരെ മുകളിൽ നിൽക്കണേ നമുക്ക് തോന്നും, പക്ഷെ താഴെ കിടക്കണേ, അങ്ങനെ ഒരു പ്രതിഭാസം. അതുപോലെ തന്നെ നമ്മൾ മരുഭൂമിയിൽ മരീചിക കാണുന്നത്, സ്വിമ്മിംഗ് പൂളിന് ആഴം കുറവായി തോന്നുന്നത്, നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാൻ കാരണം, ഇതൊക്കെ എന്താണ്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം. അതായത് ഒരു അധാര്യ വസ്തുവില് പ്രകാശം തട്ടാണ്, തട്ടിയ വഴിക്ക് അത് ചിലപ്പോൾ വളഞ്ഞു പോവും അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് വ്യാപിക്കുന്നു. ആ പ്രതിഭാസം
പ്രതിഭാസത്തിന്റെ പേരാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫ്രാക്ഷൻ. ഇപ്പൊ സി ഡിയിൽ കുറെ നിറങ്ങൾ കാണുന്നു, അതുപോലെ തന്നെ നിഴല് ക്രമരഹിതമായി കാണുന്നു, സൂര്യന് ചുറ്റും ഭംഗിയുള്ളൊരു വലയം പോലെ കാണുന്നു. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം. ഇനി എന്താ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ആവൃത്തിയിലുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലമുണ്ടാകുന്ന ഒരാവൃത്തിയിലുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലമുണ്ടാകുന്ന പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫറൻസ്. എക്സാമ്പിള് സോപ്പ് കുമിളകളിലും എണ്ണപ്പാടകളിലൊക്കെ പല കളറുകൾ കാണാനുള്ള കാരണം എന്തിനു ഉദാഹരണമാണ്? ഇന്റർഫറൻസ് എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസത്തിന് ഉദാഹരണമാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് പ്രതിഭാസം നോക്കാട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രതിഭാസം നോക്കാം. നോക്കൂ, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഇതിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതിയിട്ടില്ല, ഇത്തിരി എന്താ പറയാ ടഫ് ആയിട്ടുള്ളതാണ്, കുറച്ച് അധികം പഠിക്കാണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ചില പ്രത്യേക പതന കോണുകളിൽ എത്തുമ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് തന്നെ എന്ത് സഞ്ചരിക്കുകയാണ്? പ്രകാശം സഞ്ചരിക്കുന്ന ആ പ്രതിഭാസത്തിന്റെ പേരാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട. എന്ത് പഠിച്ചാൽ മതി? നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ പഠിച്ചാൽ മതി. അപ്പൊ പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് ഉദാഹരണങ്ങൾ എന്ത്, അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിന്റെ എക്സാമ്പിൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വജ്രം നല്ല തിളക്കത്തിൽ കാണാൻ കാരണം, വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രവർത്തന തത്വം പൂർണ്ണാന്തരിക പ്രതിഫലനം. ബൈസിക്കൽ റിഫ്ലക്ടറിന്റെ തിളക്കം പൂർണ്ണാന്തരിക പ്രതിഫലനം. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി പ്രവർത്തിക്കുന്നതും ഈ തത്വം അനുസരിച്ചിട്ടാണ്. അപ്പൊ വജ്രത്തിന്റെ തിളക്കം, ഒപ്റ്റിക്കൽ ഫൈബറിന്റെ തത്വം, അതുപോലെ ബൈസിക്കൽ റിഫ്ലക്ടറിന്റെ തിളക്കം, എൻഡോസ്കോപ്പി, ഇതൊക്കെ ചോദിക്കുക വെച്ചാൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി സ്കാറ്ററിംഗ് അഥവാ വിസരണം. ഇത് വളരെ ഇതിന്റെ ഈ എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി സ്കാറ്ററിംഗ് അഥവാ വിസരണം. വിസരണം ഡെഫിനിഷൻ ഉണ്ട്, ഞാൻ എഴുതിയിട്ട്. അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി പ്രകാശരശ്മി ഭാഗികമായി പ്രതിഫലിക്കുന്ന പ്രകാശത്തെയാണ് നമ്മൾ സ്കാറ്ററിംഗ് അഥവാ വിസരണം എന്ന് പറയുന്നത്. ഇനി ഇതിന് ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കടല്, അതുപോലെ തന്നെ ആകാശം ഒക്കെ നീല നിറത്തിൽ കാണാൻ എന്താ കാരണം? വിസരണമാണ്. കടലും ആകാശമൊക്കെ നീല നിറത്തിൽ കാണാൻ കാരണം പ്രകാശത്തിന്റെ വിസരണം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അതുപോലെ ഉദയാസ്തമയ സൂര്യൻ ഉണ്ടല്ലോ, ചുമന്ന കളറിൽ കാണുന്നില്ലേ? ആ പ്രതിഭാസവും എന്തുതന്നെയാണ്? വിസരണം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് ചോദ്യങ്ങളും കൂടെ ഈ വിസരണത്തിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ആകാശത്തിന്റെ എന്താ പറയാ നീല നിറത്തിന്റെ കാരണമായിട്ടുള്ളത് വിസരണം എന്ന് പറയുന്ന പ്രതിഭാസമാണെന്ന് കണ്ടെത്തിയത് ലോർഡ് റെയ്ലിയാണ്. ആരാണ്? ലോർഡ് റെയ്ലിയാണ്. അതുപോലെ തന്നെ കടലിന്റെ ആണെങ്കിലോ CV രാമനാണ്. ആകാശത്തിന്റെ ആണെങ്കിൽ ലോർഡ് റെയ്ലിയാണ്. കടലിന്റെ പ്രതിഭാസത്തെ കുറിച്ചിട്ട് കടലിന്റെ നീല നിറം കാണാനുള്ള കാരണം വിസരണം എന്ന് പറയുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞത് CV രാമനാണ് തെളിയിച്ചത് കേട്ടോ. അപ്പൊ ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം ബ്ലാക്ക് കളറാണ്. എന്താണ്? ചന്ദ്രനിൽ നമ്മൾ അന്തരീക്ഷവായു ഉണ്ടെങ്കിൽ അന്തരീക്ഷവായുവില് പൊടിപടലങ്ങള് തട്ടിയിട്ട് എന്ത് പ്രകാശരശ്മി പ്രതിഫലിക്കണ്ടേ? എന്നാലല്ലേ എന്തുണ്ടാവുള്ളൂ? വിസരണം ഉണ്ടാവുള്ളൂ. പക്ഷെ ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷം ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തായിട്ട് കാണാം? അവിടെ ബ്ലാക്ക് ആയിട്ടാ കാണാം. അപ്പൊ ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്തായിട്ടാ കാണാം? കറുപ്പായിട്ടാ കാണാം. ഇനി വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? വയലറ്റ്. വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റ്. വിസരണം കുറവ് സംഭവിക്കുന്ന നിറാണെങ്കിലോ ചുവപ്പാണ് കേട്ടോ. അപ്പൊ എന്താ വിസരണം? അന്തരീക്ഷ വായുവിലെ കണ്ട, അതാണ് പോയിന്റ്. അതാണ് ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പാന്ന് പറയണേ. അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ പ്രകാശ രശ്മി തട്ടിയിട്ട് ഭാഗികമായി പ്രതിഫലിക്കുകയാണ്. ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷ വായു ഇല്ല കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അവിടെ എന്ത് ആകാശം കറുപ്പാവാൻ കാരണം. അപ്പൊ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടി പ്രകാശരശ്മി ഭാഗികമായി പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് വിസരണം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ, ഈ ഒരു ഡെഫിനേഷൻ അറിയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ സംഭവം പറയുമ്പോൾ എന്താ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. ഇനി ആകാശം ബ്ലൂ കളറിൽ കാണുന്നു, അതുപോലെ തന്നെ കടല് ബ്ലൂ കളറിൽ കാണുന്നു, അതുപോലെ ഈ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യൻ റെഡ് കളറിൽ കാണുന്നു. ഇതൊക്കെ വിസരണം എന്ന് പറയുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം കൊണ്ടാണ്. അപ്പൊ ആകാശം നീല നിറത്തിൽ കാണാനുള്ള കാരണം സ്കാറ്ററിംഗ് അഥവാ വിസരണമാണെന്ന് ആരാ തെളിയിച്ചേ? ലോർഡ് റെയ്ലി. അതുപോലെ കടലിന്റെ കാര്യമാണെങ്കിലോ തെളിയിച്ചത് CV രാമൻ. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താ? ബ്ലാക്ക് ആണ്. വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം ഏതാ? വയലറ്റ് ആണ്. വിസരണം കുറവ് സംഭവിക്കുന്ന നിറം ഏതാ? ചുവപ്പാണ് കേട്ടോ. ഇനി അടുത്തത് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ. പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ PSCക്ക് ഇഷ്ടമുള്ള വേറൊരു ചോദ്യമാണ്. പ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം.
ഇനി ഇപ്പൊ എക്സാമ്പിൾ അല്ല, പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കുക, മഴവില്ലിന് കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം ഏത്? മഴവില്ലിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനം. അപ്പൊ മഴവില്ല് നമുക്കറിയാം, മഴവില്ല് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ ആണ് അല്ലെ നിറങ്ങൾ. മഴവില്ലിന്റെ നിറങ്ങൾ നമുക്കറിയാം, സപ്തവർണ്ണങ്ങൾ അറിയാം. ഇനി മഴവില്ലിന്റെ ഉൾവക്കിലെ കാണുന്ന നിറം വയലറ്റും പുറമക്കിൽ കാണുന്ന നിറം ഏതാണ്? റെഡും ആണ്. ഉള്ളില് സംശയം ഉണ്ടാവാണ്ടിരിക്കാൻ എല്ലാ കുട്ടികൾക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയണേന്നുള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഉള്ളില് എന്താണ്? വയലറ്റും പുറമേക്കുള്ള റെഡും കാണും. മഴവില്ല് അർദ്ധവൃത്താകൃതിയിലാ കാണുക. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ റാ പോലെ കാണുന്നുണ്ടാവും. പക്ഷെ വിമാനത്തിൽ ഇരുന്ന് നോക്കണേ വെച്ചാൽ, വിമാനത്തിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ കാണും? വിമാനത്തിൽ നിന്ന് നോക്കിയാൽ വൃത്താകൃതിയിലാണ് കാണുക. ഇനി മഴവില്ല് എപ്പോഴാണ് കാണുക? ചിലപ്പോൾ രാവിലെ കാണാം, ചിലപ്പോൾ വൈകിട്ട് കാണാം, അല്ലെങ്കിൽ സൂര്യൻ അഭിമുഖമായിട്ട് കാണാം. രാവിലെ കാണാം, വൈകിട്ട് കാണാം, സൂര്യൻ അഭിമുഖമായിട്ട് കാണാം. ഇങ്ങനെ 3 രീതിയിലും ക്വസ്റ്റ്യൻ കൊടുക്കാം. അപ്പൊ സൂര്യൻ അഭിമുഖമായിട്ട് കാണാന്ന് ചോദിച്ചാൽ രാവിലെ എവിടെയാ കാണുക? ഏത് ഭാഗത്താ കാണുക? സൂര്യൻ അഭിമുഖമായിട്ട് എന്ന് പറയുമ്പോൾ രാവിലെ എവിടെ കാണും? പടിഞ്ഞാറ് കാണും. കാരണം കിഴക്ക് ഭാഗത്തല്ലേ സൂര്യൻ ഉദിക്കണേ. അപ്പൊ രാവിലെ പടിഞ്ഞാറ് കാണും, വൈകിട്ടാണെങ്കിൽ എവിടെ കാണും? കിഴക്ക് കാണും. ക്ലിയർ ആയില്ലോ? അറിയാത്തവര് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ രാവിലെയും വൈകിട്ടും സൂര്യൻ അഭിമുഖമായിട്ടൊക്കെയാണ് മഴവില്ല് കാണാന്ന് മനസ്സിലാക്കുക. വിമാനത്തിൽ ഇരുന്ന റൗണ്ട് ഷേപ്പിൽ കാണും, അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിലാണ്. ഉള്ളില് വയലറ്റ് ആണ്, പുറമക്കില് എന്താണ്? റെഡ് ആണ്. മഴവില്ലിന്റെ പ്രതിഭാസത്തിന്റെ കാരണം പ്രകീർണനം എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസമാണ്. മഴവില്ലിന് കാരണം എന്താണ്? പ്രകാശത്തിന്റെ പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഇനി പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് ഉദാഹരണം എന്താ പറഞ്ഞേ? വജ്രം തിളങ്ങാൻ കാരണം ഒപ്റ്റിക്കൽ ഫൈബറിന്റെ തത്വം, ബൈസിക്കൽ റിഫ്രാക്ടറിന്റെ തിളക്കം, എൻഡോസ്കോപ്പിയുടെ പ്രവർത്തനം, ഇതൊക്കെ. വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്താ പറഞ്ഞേ? അതിന് ഉദാഹരണങ്ങൾ എന്താ പറഞ്ഞേ? ആകാശവും കടലും, നീല നിറം, സൂര്യൻ ചുവന്ന നിറം അല്ലെ, ഉദയാസ്തമന സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും. അപ്പൊ ഇനി ആകാശത്തിന്റെ നീല നിറം ആരാ തെളിയിച്ച? ലോർഡ് റെയ്ലി അല്ലെ. അതുപോലെ തന്നെ കടലിന്റെ നീല നിറത്തെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്ത ആളാരാ? CV രാമൻ. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താ? ബ്ലാക്ക്. കാരണം എന്താ? അന്തരീക്ഷവായു ഇല്ല. വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം ഏതാ? വയലറ്റ്. വിസരണം കുറവ് സംഭവിക്കുന്ന നിറം ഏതാ? ചുവപ്പ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? എന്താ പ്രകാശം, പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ എന്താണ് തുടങ്ങിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. പ്രധാനപ്പെട്ടത് PSCക്ക് ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, പരീക്ഷകൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, പ്ലസ് SCERT നോക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ വളരെ ചുരുക്കിയിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ 45 ദിവസത്തെ ക്ലാസ് ആണ്, അതിനുള്ളിൽ ഒട്ടുമുക്കാൽ ഭാഗം മരണ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എടുത്ത് കളയാണ്ട് മാക്സിമം ഭംഗിയായിട്ട് നന്നായിട്ട് പഠിക്കുക. ഇത്രയാണ് പ്രകാശം എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.